പറവൂർ ഇത്തവണയും വി ഡി സതീശൻ തന്നെ ആയിരിക്കും അല്ലേട്ടാ? ഇവിടെ എന്താ LDF ജയിച്ച ഒക്കൂലേ? ഇവിടെ LDF എങ്ങനെ ജയിക്കാൻ ചേട്ടാ? വി ഡി സതീശനെ ജയിക്കും. എന്താണ് സംഭവം? ആരാണ് തർക്കുത്തരം കൂടുതലാണ്. നിങ്ങളുടെ വിജയ് അവന്റെ തർക്കുത്തരം തീർത്തു കൊടുക്കാം. എടാ മോനെ, എന്താണ് നിന്റെ പ്രശ്നം? ചേട്ടാ എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടാ. പറവൂര് LDF ജയിക്കൂലെന്ന് പറഞ്ഞതാ. പറവൂര് നൊണേശനെ നിങ്ങൾ പുറത്ത് കാണുന്നുള്ളൂ. പറവൂരിന്റെ ഉള്ളു ചുമപ്പ, അത് ഇത്തവണ മാറും. ഇപ്പൊ പറവൂരിന്നും പറയാൻ പറ്റാത്ത പറവൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോണേനായി. എന്തൊരു ഗതിയാണ് ഞങ്ങൾക്ക്. പിന്നെ വികസനമൊന്നും ഇല്ലാത്തോണ്ടാണല്ലോ 25 വർഷം കൊണ്ട് വി ഡി സതീശൻ ജയിക്കണേ. അതായത് 25 കൊല്ലം മുമ്പുള്ള പറവൂർ എന്താണ്? ആ പറവൂർ തന്നെ. അതായത് പറവൂരിന്റെ പഴമ നിലനിർത്തിയ പറവൂരിന്റെ സ്വന്തം പഴഞ്ചൻ MLA. വികസനം ഇല്ലാത്തോണ്ടാണോ ജയിപ്പിച്ചിട്ട ജനങ്ങള്? നാടിന് വേണ്ട ഒരു പരിപാടിയും ഈ MLA കൊണ്ട് നടക്കൂല. ഇപ്പൊ ഈ കാണുന്ന കരിങ്കൽ ഭിത്തി വരെ കെട്ടിയത് ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരാണ്. ചേട്ടാ വികസനം പറയാൻ 2001 ശേഷം സതീശൻ തോറ്റിട്ടില്ല. SDPയുടെ വോട്ട് വേണമെന്ന് സതീശനൊന്ന് പറയട്ടെ, RSSന്റെ വോട്ട് വേണമെന്ന് പറയട്ടെ. ഈ BJP പറവൂരിൽ വോട്ട് കൂട്ടാണല്ലോ. ഇത്തവണത്തെ പറവൂർ മണ്ഡലത്തിൽ ആ BJPയുടെ സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ വോട്ട് ആൾക്കാർ വി ഡി സതീശനല്ലേ? ചേട്ടാ ഇത് CPIയുടെ മണ്ഡലല്ലേ? CPIയിലെ പാർട്ടി തന്നെ തമ്മിത്തല്ലാണല്ലോ ഈ മണ്ഡലത്തില്. കണ്ടോ ഈ പ്രാവശ്യം ഞങ്ങൾ കാട്ടിത്തരും. എന്ത് നീ കൊറേ നേരായി ഇവിടെ കിടന്ന് കാണാൻ. നീ മര്യാദക്കാണെങ്കിൽ വഞ്ചിന്ന് പോവും, അല്ലെങ്കിൽ ഇവിടെ വെള്ളത്തിൽ കിടക്കും. നീ ചേട്ടാ ഈ പറവൂർ എവിടെയെങ്കിലും വനം ഉണ്ടോ? ഇവിടെ വനമൊന്നുമില്ല കേട്ടോ. ഇവിടെ തോട് ചെറിയൊക്കെ ഉള്ളൂ. എറണാകുളം ജില്ലയിൽ വനം ഉണ്ടോ? ചേട്ടന്റെ പ്രശ്നം എന്താണ്? അല്ല നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിന് വനവാസത്തിന് പോവാനേ. പറവൂരിന്റെ മണിമുത്ത് വി ഡി സതീശൻ കേരളത്തിന്റെ സ്വന്തമാകാൻ പോയാണ്. കേരളത്തിന്റെ വികസന നായകനാകാൻ പോയാണ്. നിങ്ങൾ അധികാരത്തിൽ വരുന്നു UDF കേരളത്തില്. LDF ഇത്തവണ നല്ല ഭൂരിപക്ഷം കിട്ടും. എന്റെ പൊന്നെ ചേട്ടാ, ഒരു രക്ഷയില്ല. ചട്ടയിടും മൊട്ടയിടും. ചേട്ടാ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തുന്ന നിയമസഭയല്ലേ? ശബരിമല വരെ കട്ടുമുടിക്കണ ഒരു CM ആണത്. ശബരിമല വിഷയത്തിലുള്ളവരൊക്കെ പിടിച്ച് അറസ്റ്റ് ചെയ്യാൻ സോണിയാഗാന്ധിയോടെ പോയി ഫോട്ടോ എടുത്തു. ഒരു ഫോട്ടോയുടെ പേരിലൊക്കെ കേസ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ആദ്യം പ്രതിയാവുന്നത് പിണറായി വിജയനാണ്. ചേട്ടൻ പോയി ഫോട്ടോ എടുത്തിട്ടുണ്ടോ സോണിയാഗാന്ധിയുടെ? എനിക്ക് പോകാൻ സമയം കിട്ടിയിട്ടില്ല. സ്വാഭാവികമായിട്ട് എല്ലാരും വരും. BJPയുടെ സ്ഥാനാർത്ഥി ആരാ? നിങ്ങളെ പാർട്ടി വിട്ടു പോയ ആളല്ലേ? അധികാരമോഹത്തിന്റെ പുറത്താണ് അവരിപ്പോ BJPയിൽ എത്തി നിൽക്കുന്നത്. നിങ്ങളെ കുറെ വോട്ട് നിങ്ങളെ BJPക്കാര് കൊണ്ടുപോകുന്നേ. 30,000 ഒരു സംശയം വേണ്ട. ചേട്ടാ LDF വീണ്ടും അധികാരത്തിൽ വരും. നിങ്ങൾ നോക്കിയോ? മലപ്പുറക്കാരൻ ദിവാസ്വപ്നം മാത്രമാണ്. ഇവിടെ വനവാസമല്ല, പട്ടാഭിഷേകമാണ് നടക്കുന്നത്. പട്ടാഭിഷേകമാണോ? പട്ടാഭിഷേകം നടക്കും. ചേട്ടാ ഞങ്ങൾക്ക് 2 ലോട്ടറി വേണമല്ലോ. എത്ര ഉണ്ട്? 6 ഉണ്ട്. ചേട്ടാ BJP പറവൂര് ഭാഗ്യം നോക്കിയായിരിക്കും അല്ലേ? അല്ല BJPക്കാർക്കല്ലേ ഇപ്പൊ ഭാഗ്യമുള്ളൂ, വേറെ ആർക്കാ ഭാഗ്യമുള്ളത്? കേരളത്തില് BJPക്ക് ഭാഗ്യമൊന്നുമില്ല ചേട്ടാ. ഇപ്രാവശ്യം കേരളത്തിൽ BJPക്ക് ഭാഗ്യം ഉണ്ടാവും. ചേട്ടാ പറവൂരിൽ ഒരു പഞ്ചായത്തിൽ പോലും നിങ്ങളില്ലല്ലോ. പഞ്ചായത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും സാന്നിധ്യമുണ്ട്. സാന്നിധ്യം മതിയോ? ഭരണം വേണ്ടേ? BJP സാന്നിധ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഭരണമായി ഭരിക്കും. 2021 നിങ്ങൾക്ക് 2016 പിടിച്ച വോട്ടിനേക്കാൾ കുറവായിരുന്നു. ഇപ്പൊ ജയിക്കും ഞങ്ങൾ ഇത്തവണ. BJP ചിഹ്നത്തിൽ താമര ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. ഇവിടെ വി ഡി സതീശനെ ജയിക്കും. 2 ടൈമില് വി ഡി സതീശന്റെ വാർഡ് കരസ്ഥമാക്കിയതാണ്. LDFന് നല്ല സ്ഥാനാർത്ഥിയാണ് പറവൂര്. LDFന്റെ സ്ഥാനാർത്ഥി മോശമാണെന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷെ പറവൂരിൽ അദ്ദേഹത്തിന് എന്ത് പ്രസക്തി ഉണ്ടെന്നുള്ളതാണ് കാര്യം. അല്ല BJPയുടെ സ്ഥാനാർത്ഥി എന്ന് പറയാനേ കോൺഗ്രസിൽ നിന്ന് വന്ന ആളല്ലേ? ആ പാർട്ടിയിൽ നിന്ന് തന്നെ മാറിക്കൊണ്ടാണ് ഇപ്രാവശ്യം നമ്മളോടൊപ്പം മത്സരിക്കുന്നത്, നമ്മളെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 13,000 വോട്ട് തികച്ചു പിടിച്ചില്ല. ഭൂരിപക്ഷം 20,000-ന് മുകളിലായിരുന്നു സതീശൻ. വി ഡി സതീശൻ പരാജയപ്പെടും എന്നുള്ളൊരു വിസ്മയമായിരിക്കും പറവൂർ ഉണ്ടാകാൻ പോകുന്നത്. ലോട്ടറി അടിക്കുമല്ലേ നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും ഇപ്രാവശ്യത്തെ ലോട്ടറി അടിക്കാൻ പോകുന്നത് BJPക്ക് മാത്രമായിരിക്കും. ഇപ്രാവശ്യത്തെ വിജയം ഞങ്ങൾക്കായിരിക്കും. ഈ ലോട്ടറി അടിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അടിച്ചിരിക്കും. കേരളത്തിൽ 140 ലോട്ടറി എടുത്തോ ഒന്നും അടിക്കില്ല. അടിച്ചിരിക്കും, നേടിയിരിക്കും.